ന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ഭാഗത്ത് യേശു ജെയ്റോസിന്റെ മകളെ സൗഖ്യപ്പെടുത്തുന്നതും രക്തസ്രാവിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു അപ്പോൾ തന്നെ സൗഖ്യമാകുന്നതും നാം കാണുന്നുണ്ട്. ജെയ്റോസ് വന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈവച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ എന്ന്. യേശു അവരോടൊപ്പം പോകുന്നു. അപ്പോഴാണ് രക്തസ്രാവിയായ സ്ത്രീ യേശുവിലുള്ള ആ വിശ്വാസം കൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ അതിയായി വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ സ്പർശിക്കുന്നു. അവൾ സൗഖ്യപ്പെടുന്നുണ്ട്. ജെയ്റോസിന്റെ മകൾ മരിച്ചുവെങ്കിലും യേശു അവിടെ ചെല്ലുന്നുണ്ട്, ആ മകളെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ചായിരിക്കും ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മൾക്ക് അല്പവിശ്വാസമേ ഉള്ളുവെങ്കിൽ ദൈവത്തിന് അത്ര മാത്രമേ നമ്മൾക്ക് ചെയ്തു തരാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ വിശ്വാസം എത്രമാത്രം ആഴത്തിലാണ് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം നൽകുന്നതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ എടുക്കുന്നുവെങ്കിൽ അവയെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് തന്നെ നമ്മൾക്ക് ഭവിക്കും. ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാം, അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.